ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരമ്മ ഉണ്ടായിരുന്നു. ഈ അമ്മ വൈകുന്നേരം സ്വന്തം മക്കൾക്കും അതുപോലെ ഭർത്താവിനും വേണ്ടി ചെറിയൊരു പുലാവ് റെസിപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പുലാവ് റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഈ പുലാവ് എന്ന് പറയുന്ന റെസിപ്പി. ഈ പുലാവ് റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് അമ്മക്ക് ഇങ്ങനെ പല പല കുറേ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് അമ്മ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ പുലാവ് റെസിപ്പി ഞാൻ ഉണ്ടാക്കി സൂപ്പറായി കഴിഞ്ഞാൽ സ്വന്തം മക്കൾക്ക് ഇത് കൊടുക്കുമ്പോൾ, അതുപോലെ സ്വന്തം ഭർത്താവിന് ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇവരുടെ മുഖം ഇങ്ങനെ പുഞ്ചിരിയോടെ വിടരുന്നതും, അതുപോലെ ഇത് കൊള്ളാലോ, സൂപ്പറായിട്ടുണ്ടല്ലോ അമ്മ, ഇതെങ്ങനെ ഉണ്ടാക്കി, ഇത് ആരാ പഠിപ്പിച്ചതെന്ന്, ഇങ്ങനെയൊക്കെ കുറെ അപ്രിഷിയേറ്റിംഗ് വേർഡ്സ് ഒക്കെ ചോദിക്കും എന്നൊക്കെ വിചാരിച്ച് പ്രതീക്ഷിച്ചാണ് അമ്മ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് അവസാനം മക്കൾ സ്കൂളൊക്കെ വിട്ടെത്തി, അതുപോലെ ഭർത്താവ് ആയിക്കോട്ടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പുലാവ് ടേസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇവരിതിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയാണെങ്കിലോ സ്വന്തം ഭർത്താവിന്റെയും മക്കളുടെയും മുഖത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവരെങ്ങനെ എന്തൊക്കെ എക്സ്പ്രഷൻസ് ആയിരിക്കും ഇടാൻ പോണേ, ഇവരുടെ പുഞ്ചിരി കാണാൻ വേണ്ടി ഇങ്ങനെ അമ്മ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ ഭർത്താവും മക്കളും ടേസ്റ്റ് ചെയ്തു. ഇവരുടെ മുഖഭാവം ചെറുതായിട്ടൊന്ന് മാറുന്നത് പോലെ തോന്നി. അതുപോലെ ഇവര് പറഞ്ഞു, എന്താണിത്, ഇത് എന്തിന് പോരല്ലോ, ഉപ്പും പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉപ്പ് കുറവാണ്, അങ്ങനെ എന്തോ ചെറിയൊരു ഇഷ്യൂ കാരണം ഇവരിങ്ങനെ ഫുള്ള് നെഗറ്റീവ് പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് ഫുള്ള് ഡിപ്രഷൻ മൂടായി. അമ്മ എന്താ ഉണ്ടാക്കുന്ന സമയം മുതൽ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ പോസിറ്റീവ് കമന്റ്സിന് വേണ്ടി. പക്ഷെ ഇവരെന്താ അവസാനം ടേസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞേ, ചെറിയൊരു ഇഷ്യൂ ആണ്, ഉപ്പ് കുറഞ്ഞതിന്റെയോ അങ്ങനെ എന്തോ ചെറിയൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ കാരണം ഇവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ കൊള്ളില്ല അങ്ങനെ എന്തോ കുറ്റം പറഞ്ഞപ്പോഴത്തേക്കും അമ്മക്ക് സഹിക്കാൻ പറ്റിയില്ല. അമ്മ വളരെയധികം വിഷമിച്ചു. അന്ന് ദിവസം അമ്മക്ക് പോക്കാണ്. നെക്സ്റ്റ് ഇതേ ഇൻസിഡന്റ് വേറൊരു രീതി പറയാം. അതായത് ഈ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത്, ഈ അമ്മ പുലാവ് റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ആ പുലാവിന് ആവശ്യമായിട്ടുള്ള അരി കഴുകുന്നതും, അതുപോലെ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്തും, അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്യാസും അതുപോലെ കുക്കറും അങ്ങനെ ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും തനിക്കുണ്ടല്ലോ എന്നോർത്ത് അമ്മക്ക് വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി മനസ്സിൽ വേണമെങ്കിൽ പറയാം. ചിലവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാവപ്പെട്ടവർ, അവർക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഗ്യാസോ അതുപോലെ നല്ല പാത്രങ്ങളോ ആവശ്യത്തിനായിട്ടുള്ള വെജിറ്റബിൾസോ റൈസോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് അതെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് അമ്മ ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുകയും നന്ദി അർപ്പിക്കുകയും, അതുപോലെ തന്നെ ആ പുലാവ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ലിങ്ങനെ അടിച്ചിട്ട് അമ്മ ഇങ്ങനെ ആസ്വദിക്കുകയും, സൂപ്പർ, ഇത് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ഈ പുലാവ് റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷമാണ് അമ്മ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ചെറിയൊരു നെഗറ്റീവ് കമന്റ്സ് പാരന്റ്സും മക്കളും പറഞ്ഞു എന്നുണ്ടെങ്കിലും അമ്മക്ക് ആ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ റിസൾട്ടിൽ ചെറിയ പാളിച്ച വന്നെങ്കിലും ആ പ്രോസസ്സിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് അമ്മ കുറച്ചെങ്കിലും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രോസസ്സിൽ എൻജോയ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എൻജോയ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. പക്ഷേ അതിനു മുമ്പുള്ള നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും സന്തോഷത്തോടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിന് ഉദാഹരണമായിട്ട് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച്, ഈ ഫുട്ബോൾ മാച്ചിൽ കളിക്കാരൊക്കെ എങ്ങനെയാ നല്ല രീതിയിൽ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അവരുടെ എഫേർട്ട് മാക്സിമം ഇട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, അവർ കളിക്കുന്നത്. ഇങ്ങനെ കളിച്ച് ചിലപ്പോൾ എൻ്റെ റിസൾട്ട് മിക്കവാറും ജയിക്കും, അല്ലെങ്കിൽ തോക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ എന്നും പറഞ്ഞാൽ അവർ കളിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ ജയിക്കോ ഇല്ലയോ, എനിക്കിങ്ങനെ ഞാൻ തോക്കാൻ സാധ്യതയുണ്ട്, ഞാൻ തോറ്റു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കളിയാക്കും, അങ്ങനെയൊന്നും ചിന്തിച്ച് നെഗറ്റീവ് ആവാതെ അവർ മാക്സിമം അവരുടെ എഫേർട്ട് ഇട്ട് ഈ കളി എന്തായിക്കോട്ടെ, തോറ്റാലും ജയിച്ചാലും ഞാൻ നല്ല ആസ്വദിച്ച് എൻ്റെ എഫേർട്ട് നല്ല രീതിയിൽ ഇട്ട് ഞാൻ കളിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഓരോ ഫുട്ബോളറും അവരുടെ ഫുട്ബോൾ മാച്ചിൽ അവർ കളിക്കുന്നത്. എപ്പോഴും നമ്മുടെ പ്രോസസ്സിൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും എൻജോയ് ദ മൂമെന്റ്സ്. ഒരിക്കലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മളിപ്പോൾ ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടിയാലേ ഞാൻ സന്തോഷിക്കൂ, അല്ലാത്ത സമയത്തൊക്കെ ദുഃഖിക്കും എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവില്ലല്ലോ. ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സന്തോഷത്തോടെ തിരയുക. അങ്ങനെ അവസാനം നമുക്ക് ജോലി കിട്ടുമ്പോഴും വേണമെങ്കിൽ സന്തോഷിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.